നദീതട സംസ്കാര കാലത്തെ ലിഖിതങ്ങൾ പരിഭാഷപ്പെടുത്താൻ $1 ദശലക്ഷം അമേരിക്കൻ. ലോകത്ത് ഒരു ഭരണകൂടവും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അസാധാരണ വാഗ്ദാനമാണ് തമിഴ്നാട്ടിലെ DMK സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് ഇന്ന് അപ്രമാദിത്വമുള്ളവരെ വരുത്തന്മാരും രണ്ടാം നിരക്കാരുമാക്കും ആ പഠനമെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കണക്കുകൂട്ടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ എന്ന സങ്കല്പത്തിൽ കെട്ടിപ്പടുത്ത കഥകളൊക്കെയാണ് തകർന്നു വീഴുക. സത്യം പറയട്ടെ ആരംഭിക്കുന്നു. ഇന്ത്യയിലെ ആദിമവാസികൾ ദ്രാവിഡരോ, ആര്യന്മാർ പിന്നീട് വന്നു കയറിയവരോ? സിന്ധു നദീതട സംസ്കാരം പോലെ ദക്ഷിണേന്ത്യയെ മോഹിപ്പിച്ച ചരിത്രം വേറെയില്ല. ജ്ഞാനപീഠം നേടിയ തകഴി പിന്നീട് ജ്ഞാനപീഠം നേടിയ MT വാസുദേവൻ നായർക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സൈന്ധവ സംസ്കാരത്തെക്കുറിച്ച് ഒരു വലിയ പുസ്തകം എഴുതണമെന്നാണ്. ഒരുപാട് എഴുതാനുണ്ട്, പക്ഷേ എങ്കിലും മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് സൈന്ധവ സംസ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തെ സാമൂഹ്യ ജീവിതം ആണ് പ്രധാനമായി മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആ മോഹം സാധിക്കും മുൻപ് തകഴി യാത്രയായി. ഇപ്പോൾ MTയും. ആര്യ സംസ്കാരത്തിന്റെ പിന്മുറക്കാർ എന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത് രണ്ടു കാര്യമാണ്. ആര്യന്മാർ ഇന്ത്യയിൽ രൂപമെടുത്ത വംശമാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇവർ പോയതാണ്. ഇത് രണ്ടും തെറ്റാണെന്ന് വിപുലമായ ക്രോമസോം പരിശോധന തെളിയിച്ചു കഴിഞ്ഞു. ആര്യന്മാർ വന്നു കയറിയവരാണ്. ഇവിടെ നിന്ന് ഒരിടത്തേക്കും അവർ പോയിട്ടുമില്ല എന്നാണ് പുതിയ സ്ഥിരീകരണം. അങ്ങനെയെങ്കിൽ ആര്യന്മാർ വരുമ്പോൾ ഇവിടെ ആരാണ് ഉണ്ടായിരുന്നത്? അവരാണ് ആൻസിസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ് എന്ന് ഇന്ന് വിളിക്കുന്ന ദ്രാവിഡർ. മെസപ്പൊട്ടോമിയയിൽ നിന്ന് ആദ്യമെത്തിയ ഗോത്രവംശം. ഇന്ത്യയിൽ ആദ്യമുണ്ടായിരുന്ന ഭാഷയും ദ്രാവിഡമാണ്. അതുണ്ടായിരുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഗുജറാത്തും കടന്ന് ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ എന്നിവിടങ്ങളിലും നിറഞ്ഞു നിന്നു. ആ ജനതയിൽ 75% ദ്രാവിഡരും 25% ഇറാൻകാരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാർ. അപ്പോൾ ആര്യന്മാർ എങ്ങനെ വന്നു? പ്രാചീന യൂറോപ്യൻ വേട്ടക്കാരുടെയും സൈബീരിയക്കാരുടെയും വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ നിന്നുള്ളവരുടെയും സങ്കര ഇനമാണ് ഇന്ന് ആര്യന്മാർ എന്നറിയപ്പെടുന്നത്. യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ കുതിരയും ചക്രവണ്ടികളുമായിരുന്നു ആര്യന്മാരുടെ അടയാളം. ഈ സങ്കര മാനവരിൽ ഒരു കൂട്ടർ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും തമ്പടിച്ചു. മറ്റൊരു കൂട്ടർ സിറിയയിലേക്കും ഇറാഖിലേക്കും പോയി. മൂന്നാമത്തെ കൂട്ടർ ഹിന്ദുകുഷ് പർവ്വതം കടന്നു വന്നു. അങ്ങനെ വന്നവർ ഇൻഡോ ഇറാനിയന്മാരായി. ഇൻഡോ ഇറാനിയർ ലോപിച്ച് ആര്യനുമായി. വിപുലമായ ക്രോമസോം പരിശോധനയിലാണ് ഒരു കാര്യം വ്യക്തമായത്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നവരാണ്. ഇന്ത്യയിൽ പിറവി കൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോയവരല്ല. അതുപോലെ വന്നവർ പല സംഘങ്ങളായാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഭാഷയും പലതായി. ഉറുദുവും സിന്ധുവും ഹിന്ദിയും ഗുജറാത്തിയും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. സംസ്കൃത വാക്കുകളിൽ പലതും ദ്രാവിഡ ഭാഷയിൽ നിന്ന് കടം കൊണ്ടതാണെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ദ്രാവിഡ ഭാഷയിലാണ് സഫിക്സുകൾ ഉപയോഗിക്കുന്നത്. നാമം കഴിഞ്ഞ് വിശേഷണം ചേർക്കുന്ന പരിപാടി. സംസ്കൃതത്തിലേക്ക് അത് എത്തിയത് ഈ ദ്രാവിഡ ഭാഷയിൽ നിന്നാണ്. നേരെ തിരിച്ചാണ് എന്ന അവകാശവാദം തെറ്റാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു കഴിഞ്ഞു. പല വാക്കുകളും സംസ്കൃതത്തിൽ നിന്ന് തമിഴിലേക്കും മലയാളത്തിലേക്കും കന്നഡയിലേക്കും വന്നു എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ആ വാക്കുകളിൽ പലതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്നാണ് പുതിയ പഠനങ്ങൾ. സംസ്കൃത ഭാഷയുടെ മാതൃസ്ഥാനം ദ്രാവിഡത്തിന് വരുമെന്ന കണക്കുകൂട്ടലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പുതിയ നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിനൊപ്പമുള്ള ഹാരപ്പൻ സംസ്കാരമൊക്കെ പൂർണ്ണമായും കുരുക്കഴിച്ചെടുത്തിട്ട് പതിറ്റാണ്ടുകളായി. സിന്ധു നദീതട നാഗരികതയുടെ ലിഖിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ കാര്യമായ ശ്രമമുണ്ടായില്ല. ഉത്തരേന്ത്യയിലുള്ളവർക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന ഭയത്താൽ പഠനം മുന്നോട്ടു പോയില്ല എന്നാണ് തമിഴ്നാട് ആരോപിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്ത 1500ഓളം പുരാലിഖിതങ്ങളുണ്ട്. ഇവയ്ക്ക് സൈന്ധവ സംസ്കാര ലിഖിതങ്ങളുമായുള്ള സാമ്യമാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. തമിഴ്നാട്ടിലെ പല ലിഖിതങ്ങളും സൈന്ധവ സംസ്കാരത്തോളം പഴക്കവും കാണിക്കുന്നു. ചിലതെങ്കിലും അതിനും മുൻപുള്ളതാണെന്നും അവകാശവാദമുണ്ട്. സംസ്കൃതത്തിന്റെ അപ്രമാദിത്വം. അതുവഴി വടക്കേ ഇന്ത്യയാണ് രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ സാംസ്കാരിക പരമ്പരയുടെ മൂലസ്ഥാനമെന്ന അവകാശവാദം. ഹിന്ദുത്വവാദവും സനാതനധർമ്മവും നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ഭൂമികയിലാണ് MK സ്റ്റാലിൻ ഇപ്പോൾ 8.5 കോടി രൂപയുടെ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തല കൊയ്യാൻ പ്രഖ്യാപിക്കുന്ന ഇനാം പോലെ മാരകമാണ് ആ നീക്കം. ഏതാണ്ട് നൊബേലിന് തുല്യമായ തുകയാണ് ഈ സാംസ്കാരിക സമസ്യയുടെ കുരുക്കഴിക്കുന്നവർക്ക് ലഭിക്കുക. സത്യം പറയട്ടെ, ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.